ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ. എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ മിൽക്ക് കേക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ പാലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ നമുക്കത് നന്നായിട്ട് വെള്ളമെല്ലാം വറ്റണം. പാലിനകത്തുള്ള അതിനുശേഷം ഞാനിതിലേക്ക് നാരങ്ങയുടെ തുള്ളി ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അരമുറി നാരങ്ങ ഡ്രോപ്സായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒറ്റയടിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അതിനുശേഷം പാലെല്ലാം വറ്റിയതിന് ശേഷം ഞാൻ 4 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കിത് കറക്റ്റ് പരുവാണ്. നിങ്ങൾക്കിതിൽ നിന്ന് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 3 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ പഞ്ചസാരയിലെ വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പം ഇതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് ഞാൻ ടോട്ടൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളിതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ നെയ്യ് തടകി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിത് ചതുരപാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇത് വേണ്ടത് അത് രീതിയിൽ എടുക്കുക. അതിനുശേഷം ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യ് എടുത്ത സ്പൂണ് തന്നെ വെച്ച് മേലോട്ട് കുറച്ച് നെയ്യ് തടകി വെക്കുകയാണ്. ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു പരുവം കിട്ടാനാണ് ആ നെയ്യ് നന്നായിട്ട് തടകി വെക്കുക. അതിനുശേഷം ഇതൊരു 6 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാത്രം അടച്ച് നമുക്കൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ എന്നിട്ടൊരു ടവലിനകത്ത് പൊതിഞ്ഞാണ് ഇത് വെക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടവലിനകത്ത് പൊതിഞ്ഞ് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം 6 മണിക്കൂർ ശേഷം നമുക്കിതെടുക്കാം. 6 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇത് നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ വീട്ടിലുള്ള പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പാലെല്ലാവരുടെയും വീടുകളിൽ കാണും. പാലും ഇതിനകത്ത് പഞ്ചസാരയും നെയ്യും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറൊന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇത് ഞാനൊരു ചതുരാകൃതിയിലാണ് കട്ട് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നല്ല സോഫ്റ്റാണ്. ഞാൻ ഇതിലേക്ക് ബദാം നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ഉള്ളത് അതിനകത്ത് മേളിലോട്ട് വെക്കാം. ഞാനിത് ബദാമാണ് ഇതിലേക്ക്